വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആദിലയെ ലാലേട്ടൻ പിടിച്ച് കുടയുന്ന ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ലാലേട്ടൻ ആദിലയോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ആദിലയുടെ സ്വഭാവം കാണികളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കുന്നു. ഇറിറ്റേറ്റഡ് ആയി പോയപ്പം വന്നു പോയതാ ലാലേട്ടാന്ന് ആദില മറുപടി പറയുന്നുണ്ട്. ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലേന്ന് ആദിലയോട് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ആദില മറുപടി പറയുന്നില്ല. ലാലേട്ടൻ അതിനെപ്പറ്റി അനീഷിനോട് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, വ്യക്തിവിരോധം ഉള്ളതുപോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദേഹ ഉപദ്രവത്തിലേക്ക് പോയെന്ന് ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ആദിലയോട്. പെട്ടെന്ന് ദേഹത്തുന്തിയപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെയെന്ന് ആദില പറയുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു തീരുന്ന മുമ്പേ ലാലേട്ടൻ അടുത്ത ചോദ്യം ചോദിച്ചു തുടങ്ങി. വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞുണ്ടാകേണ്ടതല്ല. അടുത്തതായി പ്രൊമോയിൽ കാണുന്നത് ഷാനവാസ് എണ്ണീച്ച് നിന്ന് പറയുന്നതാണ്. ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഇവരോട് രണ്ടുപേരോടും പറയാറുണ്ട്, ബോറായി തുടങ്ങി. ലാലേട്ടൻ അതിന് മറുപടി പറയുന്നുണ്ട്, ആ വാക്കാണ് കറക്റ്റ്. ലാലേട്ടൻ നൂറെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നൂറെ ഇതാണോ ആദിലയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം? നൂറ അതെ എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ നൂറയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നൂറ എങ്ങനെ സഹിക്കുന്നു? അന്നേരം നൂറ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്, എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ. നൂറയുടെ ആ മറുപടി കേട്ടിട്ട് ചിരിച്ചുകൊണ്ടാണെങ്കിലും ആദില ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ആദില ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിപ്ലൈ ആണ് നൂറയുടെ ഭാഗത്തു നിന്നും വന്നേക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കിടിലമാണ്.